ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഈ മത്സരത്തിൽ ഈ രണ്ട് തുല്യ ശക്തികൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്കിൽ ഞാനും പങ്കെടുക്കാം. മത്സരത്തിൽ ശാരദാമ്മ ജയിച്ചാലും സത്യഭാമ ജയിച്ചാലും നമുക്ക് പാരയാ. ചേട്ടാ എത്രയായി? 80 രൂപ. എല്ലാവരെയും വിറപ്പിച്ചിട്ടാണല്ലോ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പോയ പോക്ക് കണ്ടപ്പോ ഞാൻ കരുതി ഇനി ഇങ്ങോട്ട് വരികയില്ലെന്ന്. അല്ല, അവരെന്താ നിന്നെ കൂട്ടത്തിൽ കൂട്ടിയില്ലേ? ഞാൻ നിൽക്കേണ്ടത് ഇവിടെയാ, അല്ലാതെ എന്റെ വീട്ടിലൊന്നും അല്ല. വാ. നിക്കേ. അപ്പൊ നിന്റെ കുഞ്ഞേച്ചിയും കുഞ്ഞേട്ടനും കൂടി നിന്നെ ഇവിടുന്ന് കൊണ്ടുപോയത് സംരക്ഷിക്കാനല്ല, നീ പറയുന്നത് പോലെ വീണ്ടും നിന്നെ ഇവിടെ ഇട്ട് നരകയാതനെ അനുഭവിപ്പിക്കാൻ വേണ്ടിയാ. അതെ, എന്നെ വിവാഹം ചെയ്തുകൊണ്ടുവന്ന വീടാ ഇത്. അതെത്ര മായച്ചാലും ആയത്തെയാണല്ലോ. ആ, നിന്നെ വിവാഹം ചെയ്തു കൊണ്ടുവന്നത് ഞാനാണല്ലോ. ഞാൻ പറയുന്നു, നിനക്ക് ഈ വീട്ടിൽ ഒരവകാശവും ഇല്ല. ആ, പിന്നെ നിനക്ക് നിന്റെ കൊച്ചിനും ഇവിടെ നിക്കണമെങ്കിൽ ദേ അവളുടെ കാൽക്കിലേക്ക് വീഴ്. എന്നിട്ട് ഇവിടെ ഇപ്പൊ കാണിച്ചു കൂട്ടിയ സകല പേക്കൂത്തുകൾക്ക് മാപ്പി ചോദിക്കേ. എന്നിട്ട് ഇവിടെ പുറത്തോ. രോഹിത്തിനിപ്പൊ എന്നെ കൊണ്ട് ഇവളുടെ കാല് പിടിപ്പിക്കണം. അത് ഇവള് പറഞ്ഞതാണോ അതോ ഇവളെ പ്രീതിപ്പെടുത്താൻ വേണ്ടി സ്വയം തീരുമാനിച്ചതാണോ? ശ്യാമേ, ഈ വീട് ലേലത്തിൽ പിടിച്ചത് ഞാനാ. ഇവിടെ ആരൊക്കെ നിക്കണം നിക്കണ്ടെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്ക് തന്നെ. നീ ഇവിടെ നിൽക്കുന്നതിൽ എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ മേലാൽ നിന്റെ വിഷ്ണുവേട്ടനും കുഞ്ഞേച്ചിയും കാണിച്ച വില കുറഞ്ഞ തരംതാണ ഡോഗ് ഷോയും കൊണ്ട് ഈ വീട്ടിലേക്ക് കയറരുതെന്ന് പറയണം. കയറിയാ ഈ സുസ്മിത ആരാണെന്ന് നീയും അറിയും, ശരിക്കറിയും. സുസ്മിത, എന്തിനാ ഈ മാരണങ്ങളൊക്കെ എടുത്ത് തലേ വെക്കുന്നേ? ഇവളൊക്കെ എവിടെയെങ്കിലും പോയി തൊലയട്ടെ. നശിക്കാനും നശിപ്പിക്കാനും വേണ്ടി കേറി വരുന്നവരാ. കൂട്ടത്തിൽ കൂട്ടാൻ പാടില്ല, പറഞ്ഞങ്ങ് വിട്ടേക്കണം. എന്തായാലും ഇപ്പൊ കാര്യങ്ങൾ പറഞ്ഞവളെ ബോധ്യമാക്കിയിട്ടുണ്ടല്ലോ. ഇനി അവരിതുപോലെ വന്നാ ഇവളും കൊച്ചും വീടിന് പുറത്താണെന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. നമുക്ക് നോക്കാം. നമ്മുടെ വഴിക്ക് വന്നില്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറഞ്ഞുവിടാം. ഇപ്പൊ തൽക്കാലം ഇവളും കൊച്ചും അകത്തേക്ക് പോട്ടെ. വാ മോളെ. രോഹിത്തെ, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ അവളും കൊച്ചുവിടെ വേണം. ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ട് നമ്മൾ ഒരു ബിസിനസ്സും ചെയ്യാതെ മുന്നോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. ഇതുപോലൊരു കൊച്ചിൻ തള്ളയൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊരു മറയാണ്. ഈ ചിരിക്ക് ഒരു ജീവനില്ലല്ലോ ചിറ്റപ്പ. എങ്ങനെ ജീവൻ ഉണ്ടാവും? അസിസ്റ്റന്റ് കമ്മീഷണറുടെ തൊപ്പിയും വെച്ചോണ്ട് സാധാ പോലീസുകാരന്റെ ഒരു പവർ പോലും കാണിക്കാൻ പറ്റാതാവുമ്പോ ചിരിയെന്നല്ല, മൊത്തത്തിൽ ചത്തതിനൊക്കുമോ ജീവിച്ചിരിക്കലും എന്ന് പറഞ്ഞ പോലാവും. അത് തന്നെ അടി വെച്ചേ. മോളെ രക്ഷിക്കാട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു വേദന എനിക്കുണ്ട്. ചിറ്റപ്പന്റെ വേദന ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ
എന്റെ വേദന മനസ്സിലാക്കിയത് ഈ നിൽക്കുന്ന ഉപേന്ദ്ര മുതലാളിയാ. അതിന് ഞാൻ എന്നും കടപ്പെട്ടിരിക്കും, നന്ദിയുള്ളവളും ആയിരിക്കും. കാരണം ഞാൻ അകത്തു പോകാതെ കൃത്യസമയത്ത് വന്ന് രക്ഷിച്ചത് ഈ വലിയ മനുഷ്യൻ തന്നെയാ. കൂട്ടത്തിൽ നിൽക്കുന്നവരെ ഉപേന്ദ്രൻ കൈവിടില്ല. അതിപ്പോ ജീവൻ പകർത്തി കൊടുക്കാനാണെങ്കിൽ അങ്ങനെ. സുസ്മിത അകത്ത് കിടക്കേണ്ടവളല്ല, പുറത്ത് നിന്ന് ഫൈറ്റ് ചെയ്യേണ്ടവളാ. ഞങ്ങൾക്ക് വെള്ളവും വളവും സമാസമം തരാനേ പറ്റൂ. അത് നേരാവണ്ണം ഉപയോഗിക്കാനുള്ള കഴിവ് സുസ്മിതയ്ക്ക് മാത്രമുള്ളതാ. കഴിഞ്ഞെല്ലാം കഴിഞ്ഞു. ശാരദാമയെ പോലെ ബുദ്ധിയിലും കഴിവിലും സമാസമം നിൽക്കുന്ന ആള് തന്നെ ഈ സത്യഭാമയും. ഇപ്പോഴത്തെ ഈ ക്ഷീണം അവരെ ഒന്ന് തളർത്തിയെന്നുള്ള സത്യമാണ്. പക്ഷേ അവര് തിരിച്ചു വരും. ആ വരവ് തളർത്താനുള്ള വഴിയാണ് നമ്മളിപ്പോ ആലോചിക്കേണ്ടത്. പരിശുദ്ധി കറിമസാല ഒരുക്കുന്ന ഫുഡ് കോമ്പറ്റീഷന് സത്യഭാമയും ശാരദയെല്ലാം പങ്കെടുക്കുന്നുണ്ട്. ഈ കറിമസാല കമ്പനിയുടെ MD സാബു വർഗീസ് എന്റെ ഒരു നല്ല സുഹൃത്താ. ആ അച്ചായനാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. ഈ മത്സരത്തോടെ സത്യഭാമയും ശാരദാമയും ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. രണ്ട് തുല്യ ശക്തികൾ ഒന്നിച്ചാൽ അപകടം അവരുടെ ശത്രുവിന്, അതായത് നമുക്കാണെന്ന്. ഇതിനു മുമ്പും ഇവരെല്ലാം പങ്കെടുത്ത ഒരു ഫുഡ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെന്ന് ശ്യാമ പറഞ്ഞെനിക്കറിയാം. അന്നും കടുത്ത മത്സരമായിരുന്നു എന്നാ പറഞ്ഞു കേട്ടത്. അതില് ഞാനും പങ്കെടുത്തായിരുന്നു. സത്യഭാമയായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റ്. ഇന്നിപ്പോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. കാലം പോയൊരു പോക്കേ. ഈ മത്സരത്തിൽ ഈ രണ്ട് തുല്യ ശക്തികൾക്കിടയിൽ ഒരു വിള്ളൽ ഉണ്ടാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. എങ്കിൽ ഞാനും പങ്കെടുക്കാം. മത്സരത്തിൽ ശാരദാമ ജയിച്ചാലും സത്യഭാമ ജയിച്ചാലും നമുക്ക് പാരയാ. അതുകൊണ്ട് രണ്ടുപേരും ജയിക്കാതിരിക്കാനാണ് ഞാൻ പങ്കെടുക്കുന്നത്. അപ്പൊ ജയിക്കണ്ടേ? അവര് രണ്ടുപേരും ജയിച്ചില്ലെങ്കിൽ പിന്നെ ജയിക്കേണ്ടവള് ഞാൻ തന്നെയാ. അത് പക്ഷേ എളുപ്പത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല. മോളെ, ഈ മന്ത്രവും തന്ത്രവും ഏൽക്കാത്തടത്ത് കുതന്ത്രവും ഉപയോഗിക്കാം. എന്തായാലും എങ്ങനെയായാലും സുസ്മിതയ്ക്ക് ജയം വേണം. അതിന് പണം ഒഴുക്കണമെങ്കിൽ പണം ഒഴുക്കാം. ഇനി രക്തം തന്നെ ഒഴുക്കണമെങ്കിൽ സുസ്മിത അതിനും തയ്യാറാ. അന്തിമ ലക്ഷ്യം വിജയം മാത്രം.